ഗുരുവായൂരമ്പലം അക്ഷരാർത്ഥത്തിൽ സാക്ഷാൽ ശ്രീവൈകുണ്ഠമാണ്. കണ്ണനെ ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ഭക്തർ ദിവസവും ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗുരുവായൂരിൽ ഉത്സവനാളുകളാണ്. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നാളെ മാർച്ച് 9 ആറാട്ടോടെയാണ് സമാപനം. ഒരുപാട് അതിവിശിഷ്ടങ്ങളായ ക്ഷേത്രാചാരങ്ങൾ അനുവർത്തിച്ചു വരുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ. ചടങ്ങുകളിലും അനുഷ്ഠാനങ്ങളിലുമെല്ലാം ആ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടുതന്നെ ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ടയ്ക്കും അതിനുശേഷമുള്ള ആറാട്ടുകുളിക്കുമൊക്കെ ഒരുപാട് പ്രത്യേകതകളും അതിലേറെ കൗതുകവുമുണ്ട്. ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട ചടങ്ങുകളെപ്പറ്റിയും ആറാട്ട് ചടങ്ങുകളെപ്പറ്റിയുമാണ് ശ്രീചക്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. ഗുരുവായൂരമ്പലത്തിൽ 9ാം ഉത്സവമാണ് പള്ളിവേട്ട. അന്ന് ഭഗവാൻ ദീപാരാധനയ്ക്ക് ശേഷം നഗരപ്രദക്ഷിണത്തിനായി ഇറങ്ങുന്നു. കിഴക്കേ ഗോപുരം വഴി പുറത്തിറങ്ങി കുളം പ്രദക്ഷിണം വെച്ച് കിഴക്കേ നടയിലൂടെ അകത്ത് പ്രവേശിച്ച് വടക്കേ നടയിൽ എഴുന്നള്ളിപ്പ് തീരും. ഈ സമയം ഭക്തർ നിറപറയും നിലവിളക്കുമായി ഭഗവാനെ എതിരേൽക്കുന്നു. പിന്നീട് ആനപ്പുറത്തു കയറി പള്ളിവേട്ടയ്ക്കായി ഭഗവാൻ ഇറങ്ങുന്നു. ക്ഷേത്രത്തിലെ കഴകക്കാരനായ പിഷാരടി പന്നിമാനുഷങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നതോടെ പള്ളിവേട്ട ചടങ്ങുകൾ തുടങ്ങും. ഭക്തർ നാനാജാതി മൃഗങ്ങളുടെ വേഷമണിഞ്ഞ്, പ്രത്യേകിച്ച് പന്നിയുടെ വേഷമണിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് 9 പ്രദക്ഷിണം നടത്തുന്നു. 9ാം പ്രദക്ഷിണത്തിൽ പന്നിയെ ഭഗവാൻ കീഴടക്കുന്നു. മനുഷ്യജീവിതത്തിൽ ബാധിക്കുന്ന കാമം, ക്രോധം തുടങ്ങിയ ദുഷ്ടശക്തികളുടെ നാശത്തിന്റെ പ്രതീകമാണ് ഈ വേട്ട. വേട്ടയാടി പിടിച്ച വേട്ടമൃഗത്തെ ക്ഷേത്രപാലകന് കാഴ്ചവെച്ച് അകത്തേക്ക് എഴുന്നള്ളുന്നു. അന്ന് മണ്ഡപത്തിൽ പ്രത്യേകമായി അലങ്കരിച്ച സ്ഥലത്ത് വെള്ളിക്കട്ടിലിൽ പട്ടുതലയിണയും വെച്ച് ഭഗവാൻ പള്ളിയുറങ്ങും. പള്ളിവേട്ട കഴിഞ്ഞുവരുന്ന ഭഗവാൻ വിശ്രമത്തിനായി ഉറങ്ങുന്നുവെന്ന സങ്കല്പത്തിലാണ് പള്ളിയുറക്കം. ഈ സമയം 12 പാരമ്പര്യക്കാർ നിശബ്ദരായി ഭഗവാന് കാവലിരിക്കും. ഭഗവാൻ പള്ളിയുറങ്ങുന്ന സമയം നാഴികമണി അബദ്ധത്തിൽ പോലും ശബ്ദിക്കാതിരിക്കാനായി അത് കെട്ടിയിടും. തലേന്നത്തെ പള്ളിവേട്ട കഴിഞ്ഞ് രാത്രി ക്ഷീണിച്ചുറങ്ങിയ ഭഗവാൻ പിറ്റേന്ന് ആറാട്ട് ദിവസം രാവിലെ പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് പള്ളി ഉണരുന്നത്. ഇതിനായി പശുക്കുട്ടിയെ കുളിപ്പിച്ച് കുറി തൊടിയിച്ച് ഉദയത്തിനു മുൻപായി നാലമ്പലത്തിൽ എത്തിക്കും. പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടുണർന്ന് കണിക്കോപ്പുകളും കണികണ്ട് തിരക്കിട്ട് പ്രഭാത ചടങ്ങുകളിലേക്ക് ഭഗവാൻ കടക്കും. തങ്കത്തിടമ്പിന് കടലാടിച്ചമത കൊണ്ട് പല്ലുതേച്ച് താമരപ്പൊയ്കയിൽ നീരാട്ട് നടത്തി അഞ്ജനം കൊണ്ട് കണ്ണെഴുതി ഗോരോചനക്കുറി തൊട്ട് ദശപുഷ്പമാലയണിഞ്ഞ് പുരാണ വായന കേട്ട് ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. ആറാട്ട് ദിവസം ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പാണ് എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നത്. വൈകിട്ടാണ് നഗരപ്രദക്ഷിണം. പഞ്ചവാദ്യത്തോടു കൂടിയാണ് പ്രദക്ഷിണം നടത്തുന്നത്. പുരാണങ്ങളിലെ നിരവധി സംഭവങ്ങൾ ഇവിടെ നിശ്ചല ദൃശ്യങ്ങളായി പുനർജനിക്കുന്നത് കാണാം. തുടർന്ന് ആറാട്ടിനായി ഭഗവാന്റെ തിടമ്പ് രുദ്രതീർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആറാട്ടിന് ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള ഇളനീരുമായി പാരമ്പര്യാവകാശികളായ തമ്പുരാൻ പടിക്കൽ കിട്ടയുടെ കുടുംബക്കാർ എത്തും. ആറാട്ടുകടവിൽ അഭിഷേകം ചെയ്യാനുള്ള ഇളനീറെത്തിക്കാനുള്ള പാരമ്പര്യാവകാശം ഈ കുടുംബത്തിനാണ്. ആറാട്ട് സമയത്ത് മന്ത്രങ്ങൾ ഉരുവിടുന്നു. ആയിരക്കണക്കിന് ഭക്തർ പാപങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനായി ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് സ്നാനം ചെയ്യുന്നു. ആറാട്ടിന് ശേഷം ഭഗവതി അമ്പലത്തിൽ ഉച്ചപൂജ. ആറാട്ട് ദിവസം മാത്രമേ ഭഗവാന് ശ്രീലകത്തിന് പുറത്ത് ഉച്ചപൂജ പതിവുള്ളൂ. ആറാട്ട് ദിവസം രാത്രി 11 മണിയോടെയാണ് ഉച്ചപൂജ. അതിനുശേഷം കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിച്ച് 11 വട്ടം ഓട്ടപ്രദക്ഷിണം. അവസാനം കൊടിയിറക്കം.